എടുത്ത് എന്തിനാ കരഞ്ഞോണ്ട് പോയത്? നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്ക്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സന്ദീപ് എന്നെ കുറ്റവാളികളെ നോക്കും പോലെ നോക്കൊന്നും വേണ്ട. ചേച്ചി ഇങ്ങനെ കരയാനും അച്ഛൻ ദേഷ്യപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ഏത് സമയത്തും നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ചേച്ചിക്ക് വെറുതെ എന്തെങ്കിലും മതിയല്ലോ കരഞ്ഞ് നിലവിളിക്കാൻ. അല്ല, നീ ഇപ്പൊ എന്നോട് പറഞ്ഞു തന്നെയാണോ എടുത്തിയോട് പറഞ്ഞത്? ആ പിന്നല്ലാതെ. അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? അതിന് നീ ഇന്നു മുതൽ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും സ്വാർത്ഥയായത്? ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒരമ്മയുടെ അവകാശം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പോ ഇനി അതും പറഞ്ഞ് സന്ദീപ് എന്നെ കുറ്റക്കാരിയാക്കാണോ? ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് കരഞ്ഞോണ്ട് പോയത് എന്റെ ഏട്ടന്റെ ഭാര്യയും നിന്റെ സ്വന്തം ചേച്ചിയാ. നമ്മളെ പോലെ തന്നെ മോളുടെ മേലെ അവകാശം ഏട്ടത്തിക്കുണ്ട്. ഇല്ല. അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ള അവകാശമൊക്കെ മതി എന്റെ മോക്ക്. എന്റെ ചേച്ചിയാണെങ്കിൽ ആ സ്നേഹവും ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ബഹുമാനം ഉള്ളതുകൊണ്ടാ ഞാനിത് പറയാൻ ഇത്രയും വൈകിയത്. സന്ദീപും ഞാനും നമ്മുടെ കുഞ്ഞും നമ്മുടെ 3 പേരുടെയും സ്വകാര്യതയിലേക്ക് 4ാമതൊരാൾ വരണ്ട. അതെനിക്കിഷ്ടമല്ല. അതെന്റെ ചേച്ചിയായിരുന്നാലും സന്ദീപിന്റെ ചേട്ടനായിരുന്നാലും ശരി. ഇത്രയും നാളും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇനി നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്താനാ എന്റെ തീരുമാനം. അതെനിക്ക് അറിയാൻ ചെയ്യാം. എന്റെ കൊച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാ. അല്ലാതെ അമ്മയുടെ ചേച്ചി ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ ചുമന്ന് പ്രസവിച്ചത്. എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ കണ്ടിട്ട് കണ്ണീരൊന്നും തുടയ്ക്കണ്ട അർച്ചന. നീ കരയുന്നത് കാണാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. കാരണം ഈ കണ്ണീരിന്റെ കാരണക്കാരി ഞാൻ തന്നെയാ. നീ എൻ്റെ അനിയത്തെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കിയപ്പോ ഞാനും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. നിന്റെ ആതിര നിന്നോട് എന്തു പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞിനെ മേലില് എടുക്കരുതെന്നാണോ അവള് പറഞ്ഞ്? അതോ കുഞ്ഞിനൊന്ന് നോക്ക് പോലും ചെയ്യരുതെന്നോ? രണ്ടായാലും അവൾ ഇതന്നല്ലേ പറഞ്ഞ. എൻ്റെ അനിയത്തി എന്നോട് പറയുന്നത് കേട്ടാ ഞാനും ഇതുപോലെ ഇരുന്ന് കരയണം. പിന്നെ ആവശ്യത്തിലധികം മനക്കെട്ടിയുള്ളോണ്ട് ഞാനിരുന്ന് കരയുന്നില്ലെന്നേ ഉള്ളൂ. എന്ത് രസാന്നോ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണാൻ. എന്തു വന്നാലും പതറാത്തവൾ, മനക്കട്ടിയുടെ അവസാന വാക്ക്, കരളുറപ്പിന്റെ പര്യായം, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാ അർച്ചനയ്ക്ക് പുറത്ത്. നിന്നെ തോൽപ്പിക്കാനും കരയിക്കാനും അവന്തികയ്ക്ക് പ്രായമോ തൂക്കമോ ഒന്നും ആവശ്യമില്ല. ഒരു കൊച്ചു കുഞ്ഞു മതിയെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അല്ല, നീ എന്തു വിചാരിച്ചു? ആ പീറ കൊച്ചു ജനിക്കുന്നതോടെ ഞാൻ തോറ്റ് ഒരു മൂലയ്ക്കൊതുങ്ങുന്നോ? എപ്പോഴും
അർച്ചനയുടെ ഡബിൾ പവറാ അവന്തികയ്ക്ക്. അത് ആക്ഷനിലായാലും ശരി, റിയാക്ഷനിലായാലും ശരി. കുഞ്ഞ് ജനിച്ച് ഇത്ര ആയപ്പോഴേക്കും ഞാൻ നിനക്ക് തന്ന ആദ്യത്തെ തിരിച്ചടിയാ. ഇത് തന്നെ നീ താങ്ങുന്നില്ല. അപ്പോ ഇനി അങ്ങോട്ട് അർച്ചനയുടെ കണ്ണീരിന്റെ പ്രവാഹമായിരിക്കും. ആ, നീ കരയുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അർച്ചന. നീ ആ പഴയ വീറും വാശിയോടെ ഉയർത്തെഴുന്നേറ്റ് വാ. സത്യത്തെ നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ നമുക്കങ്ങ് നശിപ്പിച്ച് കളയാന്ന്. അപ്പോ നിന്റെ ഉള്ളിലെ മാതൃസ്നേഹം അങ്ങ് ഉണർന്നു. അബോഷനായിപ്പോയ ഞാനും ഇതുവരെ പ്രഗ്നന്റ് ആവാത്ത നീയും ജീവനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച ആതിരെ. അങ്ങനെ നെല്ലിശ്ശേരി വീട്ടിലെ മരുമക്കളെല്ലാം മൂദേവികളാണെന്ന് നാട്ടുകാർ പറയുന്നതും കേട്ട് നമുക്കിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടായിരുന്നല്ലോ. പക്ഷെ ആ മൂന്നിൽ ഞാൻ അധികകാലം ഉണ്ടാവില്ല. അവന്തികയ്ക്ക് ഉടനെ ഒരു കുഞ്ഞുണ്ടാവും. ഞാനും കൂടി പ്രസവിച്ച് നിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചത്. അയ്യോ, നീ അതോർത്ത് ടെൻഷനൊന്നും ആവണ്ട. നീ ഒറ്റയ്ക്കാവില്ല, നിന്റെ അനിയത്തിയും കൂടെ കാണും. ഉണ്ടാവാത്ത വിഷമത്തിൽ നീയും, ഉണ്ടായത് ചത്തുപോയതിന്റെ വിഷമത്തിൽ അവളും. ആതിര അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും. നീ തന്നെ വളർത്തിക്കോ. കുഞ്ഞമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ. എനിക്ക് അതിലൊരു പരാതിയില്ല. പിന്നെ വളർത്തുമ്പോ നിന്റെ ഈ തോറ്റോടുന്ന സ്വഭാവത്തിൽ വളർത്തരുത്. എന്റെ അവന്തികയുടെ സ്വഭാവത്തിൽ വളർത്തണം. എന്റെ വാശിയും ദേഷ്യവും എല്ലാം അടുത്ത് കണ്ടിട്ടുള്ളത് നീയല്ലേ? അപ്പോ അർച്ചന തന്നെയാ അവന്തികയുടെ കുഞ്ഞിനെ വളർത്താൻ പറ്റിയ ആള്. അതിന് സന്ദീപ് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നീ കുറ്റക്കാരി ആയതുകൊണ്ട്. അതിരെ, നിനക്കറിയില്ലേ, ഇത് നീ രണ്ടാമത്തെ തവണയാ മനസ്സിൽ വെച്ച് ഓരോന്ന് ഉണ്ടാക്കിയെടുത്ത് തെറ്റിദ്ധരിച്ച് വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അന്ന് എന്നോടായിരുന്നു, ഇപ്പതാ ഏട്ടത്തിയോട്. ഇതിന് മുൻപത്തെ എല്ലാം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു. എന്നാ ഇതങ്ങനെ അല്ല സന്ദീപേ. ഇതെന്റെ കൊച്ചിന്റെ കാര്യമാ, എന്റെ കുടുംബത്തിന്റെ കാര്യമാ. അല്ല, ഏത് കുടുംബം? ആ കുടുംബം എങ്ങനെ ഉണ്ടായി? അത് ആരാണ് ഉണ്ടാക്കി തന്നത്? നീ ഈ പറയുന്ന കുടുംബമൊക്കെ ഉണ്ടാവാൻ അതിനുവേണ്ടി കൂടെ നിന്ന് കഷ്ടപ്പെട്ട ആളെയാ നീ കുറച്ചു മുമ്പേ കരയിപ്പിച്ചു വിട്ടത്. മറന്നില്ലല്ലോ ഒന്നും. ഇപ്പൊ നിനക്ക് വാശി ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേ കരച്ചിലെ നിലവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൂടെ നിന്ന് നിന്നെ ആശ്വസിപ്പിച്ചതും എല്ലാത്തിനും മുന്നിൽ നിന്നതും അർച്ചന എടുത്തിയാ. അന്ന് അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിവാഹം കഴിക്കാതെ നീ എന്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ചന. നിന്നെ പോലെ അപ്പാപ്പ ഓരോന്ന് മറക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇത്രയൊക്കെ പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒന്ന് സന്ദീപ് പറഞ്ഞേ. എന്റെ കുഞ്ഞിന്റെ അമ്മയാ ഞാൻ. അതിന് ഞാൻ നോക്കിക്കോളാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ശരിയാ, നമ്മളെ ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് കരുതി ജീവിതാവസാനം വരെ ഞാനും സന്ദീപും ചേച്ചിയുടെ കാൽ കീഴിൽ ജീവിക്കണം. ചേച്ചി ചെയ്യുന്നതെല്ലാം ശരിവെക്കണോ? എല്ലാത്തിനും നേരെ കണ്ണടക്കണോ? എല്ലാവരുടെയും ജീവിതത്തില് ഒരു പരിധിയിൽ കൂടുതൽ തലയിടാൻ പോകുന്ന സ്വഭാവം പണ്ടേ എന്റെ ചേച്ചിക്കുള്ളതാ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം താഴെ ഒരു മുറിയില് കരഞ്ഞ് തളർന്ന് കിടപ്പുണ്ട്. സന്ദീപിന്റെ അനിയത്തി സ്നേഹ. സ്നേഹയുടെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത് എന്റെ ചേച്ചി ഒറ്റ ഒരാളാ. വിവാഹം മുടങ്ങിയതില്
അന്ന് ഞാനും കുറച്ച് സന്തോഷിച്ചിരുന്നു. ഞാനും പ്രാർത്ഥിച്ചിരുന്നു അതൊന്ന് മുടങ്ങണേന്ന്. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ ഇപ്പൊ പശ്ചാത്തപിക്കുക സ്നേഹയുടെ അവസ്ഥ കാണുമ്പോ. ശരി. ഇനി പഴയ ജീവിതത്തിലേക്ക് സ്നേഹയെ കൊണ്ടുവരാനാവുമെന്ന് സന്ദീപിന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിലും എനിക്കതില്ല. അത്രമാത്രമാ എന്റെ ചേച്ചി അവളെ തകർത്ത് കളഞ്ഞത്. പറയാനുള്ള കാര്യം ഞാൻ പറയും. അത് അച്ഛനോടായാലും ഭർത്താവിനോടായാലും ചേച്ചിയോടായാലും. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും ആവശ്യമില്ലാതെ തലയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ചേച്ചി ഉണ്ടാക്കും. സ്നേഹയുടെ കാര്യം നോക്കിയ അവളെ ദേ ഈ അവസ്ഥയിലാക്കിയത്. അതൊരു കരക്കെത്തിച്ചപ്പോ അടുത്ത എന്റെ മോള് പെൺകുഞ്ഞ സന്ദീപേ. ഇപ്പോഴേ അമ്മയുടെ സ്നേഹത്തിലും ശാസനയിലും വളർന്നില്ലെങ്കിലേ നാളെ നാട്ടുകാർ കുറ്റം പറയുന്നതേ വല്യമ്മയല്ല അമ്മയായിരിക്കും. ചേച്ചിക്കൊരു കുഞ്ഞില്ലാത്തതും ഇതൊക്കെ അതുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. സന്ദീപിന് ഒരേ ഏട്ടത്തി അല്ലല്ലോ ഉള്ളത്, രണ്ടുപേരില്ലേ. അതില് മൂത്ത ഏട്ടത്തിക്കും കുട്ടികളൊന്നുമില്ലല്ലോ. അവന്റെ ഏട്ടത്തി ഇവിടെ വരും, കുഞ്ഞിനെ എടുക്കും, ലാളിക്കും. ഒരു സമയം കഴിയുമ്പോഴേക്കും തിരികെ പോവും. സന്ദീപിന്റെ ആ ഏട്ടത്തിക്കില്ലാത്തൊരു സ്നേഹവും കരുതലും ഇളയ ഏട്ടത്തിക്കും വേണ്ട. എന്റെ ചേച്ചിയാണെന്നുള്ള സ്പെഷ്യൽ പരിഗണനയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ശരി. അപ്പോ നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് നീ ഇത്രയും ദിവസം പുറത്തു കാണിക്കാതെ ജീവിച്ചത്? ജീവിച്ചതല്ല, അനുഭവിച്ചതെന്ന് വേണം പറയാൻ. നിക്കേണ്ടടുത്ത് നിന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മുടെ കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുമ്പോ നീ എടുത്ത് അത് കരച്ചിൽ നിർത്തില്ല. ഏട്ടത്തി എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അമ്മയാണെന്ന് നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളാവുമ്പോ കരയും. അതിപ്പോ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല. അതിനെ ഇത്ര പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ബാക്കിയുള്ളവര് തന്നെയാ. ഒരു കുഞ്ഞായപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നീ നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിലേ അത് പിന്നീട് നിനക്ക് ദോഷമായിട്ട് വരും. കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും ദിവസം ആവുന്നതിന് മുമ്പ് നീ മുൻവിധിയോടെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഇനി നീ എന്തൊക്കെ ചെയ്യും, പറയും, ആരെയൊക്കെ വേദനിപ്പിക്കും? എനിക്ക് മുൻവിധികളുണ്ട് സന്ദീപൻ. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത്, അവളുടെ ഭാവിയെ ഓർത്ത്. അതിനെ ബാധിക്കുന്ന തരത്തിൽ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ പറയും. അതില് മറ്റുള്ളവരുടെ വേദന ഞാൻ കണക്കാക്കുന്നില്ല. ഏതൊരു ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് അർച്ചനെ. ഈ കുഞ്ഞിന്റെ ജന്മം നിന്നെ ഏതു നേരവും കണ്ണീരിൽ ആഴ്ത്താനാ നിയോഗം. അതാണ് ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ടാ പലവട്ടം ഞാൻ കൊല്ലാൻ നോക്കിയിട്ട് നടക്കാതെ പോയത്. അത് നടക്കാതെ പോയതും നന്നായി. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റുമായിരുന്നോ? ശത്രുക്കളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിലപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോവാറുണ്ട്. അതിൻ്റെയൊക്കെ 100 ഇരട്ടി തകർച്ചയാവും ഉറ്റവരുടെയും ഉടയവരുടെയും തള്ളിപ്പറിച്ചിലിൽ. ഇന്നലെ വരെ സ്വന്തമെന്ന് കരുതിയവർ അവരുടെ മറ്റൊരു മുഖം നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാവും. കാരണം അനഖയിലൂടെ ഞാനത് അനുഭവിച്ചതാ. നിങ്ങളെപ്പോലെ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തും വിഷം കുത്തിവെച്ചു അല്ല അനഘയെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവന്നത്. അനുഭവത്തിലൂടെ അവൾ കണ്ടു പഠിച്ചതാ. സ്വന്തം ചേച്ചി തന്നെ അവളെ ചതിച്ച് മറ്റൊരുത്തിന് അവളെ വിൽക്കുന്നു എന്നറിഞ്ഞ് അവളെ സ്വയം മാറിയതാ. എനിക്കറിയാം ആതിരോട് നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയായിരിക്കുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഞാനും അവളും ഒരേ ചോരയാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നാവും. അന്ന് ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്നത് ഞാനാവില്ല, അവള് തന്നെയാവും. എന്നെപ്പോലെ അല്ല അവള്. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നേരെ അല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ലി മേടിച്ചു.
ഇനി അവളുടെ കയ്യിൽ നിന്നും കൂടി തല്ലിരുന്ന് വാങ്ങണോ നിങ്ങക്ക്? എന്നെ പോലെ ഒരടി നിർത്തില്ല അവള്, അത് ഓർമ്മിച്ചു വെച്ചോ. അതിന് നിങ്ങൾ ഒന്നായാലല്ലേ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. അർച്ചനയുടെയും ആതിരയുടെ ഇടയിൽ അവന്തിക എന്നും ഉണ്ടാവും. നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു എന്നറിയുമ്പോ അവിടെ ഞാൻ കലഹം ഉണ്ടാക്കും. ഞാൻ അനക്കയെ തള്ളിക്കളഞ്ഞ പോലെ നീ ആതിരയും തള്ളിക്കളഞ്ഞേക്ക്. അപ്പോ നിനക്ക് ഏറെക്കുറെ സങ്കടത്തിൽ നിന്ന് ശമനം കിട്ടും. അതല്ല, കൊച്ചിന്റെ കരച്ചില് കേട്ടിട്ട് ഓടിച്ചെന്ന് അവളുടെ വായിലെ മോശമായ വാക്കുകൾ കേൾക്കാനാണ് നീ ഇനി ഇരിക്കുന്നെങ്കിൽ ഇതുപോലെ ഞാൻ ഇനി ഈ മുറിയിൽ കയറി ഇറങ്ങേണ്ടി വരും, ആക്ഷേപിക്കാനും കുത്തി നോവിക്കാനും. ദേ, ആ കുഞ്ഞിനെ നീ അങ്ങ് മറന്നേക്ക് അർച്ചന. ഇനി ഒരിക്കലും നിനക്ക് ആ കുഞ്ഞിനെ കൈ കിട്ടില്ല. അതിന് സമ്മതിക്കില്ല ഈ അവന്തിക. എടുത്തി ആതിര പറഞ്ഞൊന്നും എടുത്ത് കാര്യാക്കണം. എനിക്കറിയാം അവളുടെ സംസാരത്തിൽ ഇടത്തേക്ക് വിഷമായി കാണുന്നു. അതിന് മാപ്പ് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ആതിര പറഞ്ഞത് കേട്ട് എടുത്തി എൻ്റെ കുഞ്ഞിനെ എടുക്കാതിരിക്കരുത്, വെറുക്കരുത്. തോന്നുമ്പോഴൊക്കെ എടുത്തി കുഞ്ഞിനെ എടുക്കാം, താല് വിളിക്കാം. വേണ്ടെന്ന് പറയാൻ ആർക്കും അവകാശമില്ല, ഇനി ആരും തടയുകയില്ല. ഈ ലോകത്ത് ഏറ്റവും സുരക്ഷ കിട്ടുന്ന കൈകളിലാണ് എൻ്റെ മോളിപ്പോൾ ഉള്ളത്. അത് ആതിരയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എന്നും അതങ്ങനെ തന്നെ വേണം. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇനി ഞാൻ കുഞ്ഞിനെ എടുക്കില്ലെന്ന്. സൂക്ഷിച്ചു നോക്കിയേ, കുഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെയാണോ ഉള്ളതെന്ന്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പം മനസ്സിലായോ ഞാനൊന്നും ചെയ്യാതിരുന്നാലും ഇതൊക്കെ നടക്കുമെന്ന്? നിങ്ങളുടെ വാക്കുകളിൽ എൻ്റെ അനിയത്തി മയങ്ങി വീണ് കാണും, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഇനി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെയും ഈ കുഞ്ഞിനെ തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നെയും കുഞ്ഞിനെയും ചേർത്ത് വയ്ക്കാൻ ഈശ്വരൻ തീരുമാനിച്ചിട്ടുള്ളതാ. അതങ്ങനെ തന്നെ നടക്കും. നിങ്ങളെപ്പോലുള്ളവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉള്ളൂ. മോളെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത് ഞാനാ. ആ നിയോഗം തന്നെയാ ഇനി അങ്ങോട്ടും. ആ നിയോഗം എന്നെ ഏൽപ്പിച്ച ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് സമയം കളയുകയും വേണ്ട. ഇറങ്ങിപ്പോവർത്ത്, ഇറങ്ങിപ്പോവാൻ.
എടോ ഇത് കൊള്ളാമല്ലേ? കൊള്ളാം. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ സച്ചേട്ടാ? ഒരെണ്ണം പോരെ? പോരാ, 2 എണ്ണം വേണം. നമുക്ക് ശിവേന്റെ കുഞ്ഞിനും കൂടി ചേർത്ത് വാങ്ങാം. എന്നിട്ട് അതുവരെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ മോളെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. സച്ചേട്ടന് വേറെ തിരക്കൊന്നുമില്ലല്ലോ? എനിക്കൊരു തിരക്കുമില്ല. അപ്പോ ഏതെടുത്താലും 2, അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ.